നമസ്കാരം. 1920 ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളിക്കടുത്ത് കാരമുക്കിലുള്ള ശ്രീ ചിദംബര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ശാന്തിയോട് എന്തെല്ലാമാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ക്ഷേത്രത്തിലെ ശാന്തിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠേനെ കുറിച്ചൊന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം. ഭഗവാൻ ശിവസങ്കല്പത്തിൽ ദീപം പ്രതിഷ്ഠിച്ചിട്ട് ശിവനെ പൂജിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ അമ്പലത്തിന് ശ്രീ ചിദംബര ക്ഷേത്രം ചിദംബര ക്ഷേത്രം. ഭഗവാൻ ദീപമാണ് പ്രതിഷ്ഠിച്ചെങ്കിലും അതിൽ ശിവനെ സങ്കല്പിച്ച് പൂജിക്കാൻ പറഞ്ഞു. ഭഗവാൻ തന്നെയാണ് ശ്രീ ചിദംബര ക്ഷേത്രം എന്ന് നാമകരണം ചെയ്തത്. അതുപോലെ അച്ഛനെയും ബാലകനെയും കൂടി സങ്കല്പിക്കാൻ പറഞ്ഞുകൊണ്ട് രാവിലത്തെ പൂജ മഹാദേവന്, ഉച്ചപൂജ സുബ്രഹ്മണ്യ സ്വാമിക്ക്, വൈകിട്ട് ദീപാരാധന മഹാദേവന്. അതുകൊണ്ട് തന്നെ വർഷത്തില് രണ്ടുത്സവമുണ്ട്. തൈപ്പൂയത്തിന് വിശേഷാൽ പൂജകൾ ചെയ്തിട്ട് അതിന്റെ 8ാം ദിവസം കാവടി വരുന്ന രീതിയിലാണ് ഇത്രയും കാലം ആചരിച്ചു വന്നിരുന്നത്. ഇപ്പോൾ ആ 8ാം ദിവസം എന്നുള്ളത് മാറ്റി തൈപ്പൂയം കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ട് അങ്ങനെയാകും. അതുപോലെ വിഷുവിൻ്റെ അന്ന് വിഷുപ്പൂരം, മഹാദേവനുള്ള പൂരം വിഷുവിൻ്റെ അന്ന്. കവരവിളക്കിലാണ് നമ്മൾ ദീപം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അത് 3 തണ്ടുള്ളത് കവരവിളക്ക്. അതിലേക്കാണ് ഭഗവാൻ ദീപപ്രതിഷ്ഠ നടത്തിയത്. ഏത് വർഷം വന്നപ്പോഴായിരുന്നു? അപ്പോൾ അത് 1920. വരാണ്ടായ സാഹചര്യമൊക്കെ അറിയാം? വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ പറത്താട്ടിൽക്കാരുടെ പരദേവതനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഗുരുദേവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഒരു തറവാടിന് വേണ്ടിയിട്ട് വേണ്ട, ദേശത്തിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ അപ്പോഴും അവർ വിചാരിച്ചത് അവർ പണിത് വെച്ചിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട്, ആ വിഗ്രഹമാവും പ്രതിഷ്ഠിക്കാന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ മുന്നിൽ വെക്കാൻ കൊണ്ടുവന്ന വിളക്കിലാണ് ഭഗവാൻ നെയ്യൊഴിച്ചിട്ട് 5 തിരി ഇട്ടിട്ട് ദീപം തെളിയിച്ചു. ഇത് കെടാവിളക്കാണ്. നമ്മളുടെ പൂജ കഴിയുമ്പോൾ ഓരോ തട്ടിലും ഓരോ തിരിയിട്ട് ദീപം തെളിയിക്കും. എന്നിട്ട് അടയ്ക്കും. പിറ്റേ ദിവസം തുറക്കുമ്പോൾ വീണ്ടും ബാക്കിയുള്ള തിരികളൊക്കെ തെളിയിക്കും. കെടാവിളക്കാണ്. എൻ്റെ വീട് പറവൂരാണ്. ജനിച്ച സ്ഥലം പറവൂരാണ്. ഞാനിപ്പോൾ ഇവിടെ 23 വർഷമായി. 16 വയസ്സിലൂടെ വന്നതാണ്. ഇപ്പം അന്തിക്കാട് താമസം. ഇത്ര കാര്യം പറഞ്ഞു തന്നതിന് നന്ദി. ശരി ശരി. ദൈവമേ കാത്തുകൊള്ളുക.